ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു. എന്താണ് പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം? ആദ്യ ആഴ്ചയിലെ സീസൺ 6ന്റെ മൊത്തത്തിലുള്ള നിലവാരം നമുക്കൊന്ന് നോക്കാം. വളരെ പ്രതീക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർ സീസൺ 6ന്റെ വരവിനായി കാത്തിരുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി കൈകാര്യം ചെയ്ത സീസൺ 6 പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തി. സീസൺ 5ന്റെ പരാജയത്തിന് ശേഷം സീസൺ 6 എത്തുമ്പോൾ പ്രേക്ഷകരൊക്കെ കുറച്ചധികം പ്രതീക്ഷകൾ സീസൺ 6ന് നൽകി. എന്നാൽ സീസൺ 5ന്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് സീസൺ 6ന്റെയും അണിയറയിൽ എന്നറിഞ്ഞപ്പോൾ തുടങ്ങി നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും പ്രതീക്ഷകൾ നശിച്ചിരുന്നു. അതിനെ ശരിവെക്കും വിധമാണ് നിലവിൽ സീസൺ 6ന്റെ മുന്നോട്ട് പോക്ക്. തുടക്കം പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് സീസൺ 6 മൊത്തത്തിൽ ശോകമാകുന്നൊരു അവസ്ഥയാണ്. കണ്ടസ്റ്റൻസിന്റെ സെലക്ഷനിൽ പോലും ബിഗ് ബോസിന് തെറ്റുപറ്റി എന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ വിലയിരുത്തൽ. പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരാൾ പോലും ഇത്തവണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് മുൻനിരയിലേക്ക് വരണം, പ്രേക്ഷകർക്കിടയിൽ കുറച്ച് ചലനങ്ങൾ സൃഷ്ടിക്കണമെന്ന് താല്പര്യം കാണിക്കുന്നവരുണ്ട്. എസ്പെഷ്യലി സിജോ, റോക്കി, ജാസ്മിൻ, രതീഷ്, അങ്ങനെ വളരെ കുറച്ച് കണ്ടസ്റ്റൻസ്. എന്നാൽ വ്യത്യസ്തമായി എത്തിയ സീസൺ 6ന്റെ വ്യത്യസ്തത തന്നെ ഏതാണ്ട് ചീറ്റിയ അവസ്ഥയാണ്. പ്രോപ്പറായി ഒരു ടാസ്ക് പോലും ആദ്യ ആഴ്ചയിൽ കണ്ടസ്റ്റൻസിന് കൊടുത്തില്ല. പ്രേക്ഷകർക്കും അതുകൊണ്ട് തന്നെ എപ്പിസോഡുകളും ലൈവും വളരെ ബോറിംഗ് ആയി തോന്നി എന്ന് തന്നെ പറയാം. ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഏറ്റവും മോശം സീസൺ എന്ന സീസൺ 5ന്റെ ചീത്തപ്പേര് മാറിക്കിട്ടും. കാരണം സീസൺ 6 ആയിരിക്കും ഇനി ഏറ്റവും മോശമെന്ന് പ്രേക്ഷകർ പറയുക. അത് ആദ്യ ആഴ്ചയിൽ തന്നെ പ്രേക്ഷകർ വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് സീസൺ 6ന്റെ അണിയറ പ്രവർത്തകരോടായി നിങ്ങൾക്ക് ഈ സീസൺ വിജയിക്കണമെന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിന് കുറച്ചുകൂടി ബെറ്റർ ടാസ്കുകൾ കൊടുക്കുക, അവരെ ചാർജ് ആക്കി നിർത്തുക. അതോടൊപ്പം വൈൽഡ് കാർഡായി പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാൻ സാധിക്കുന്ന കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരിക. അതുപോലെ ഇതൊരു മലയാളം ബിഗ് ബോസ് ആണെന്ന വിചാരം കണ്ടസ്റ്റൻസിന് ഇല്ലെങ്കിലും ബിഗ് ബോസിന് ഉണ്ടായിരിക്കണം. കണ്ടസ്റ്റൻസിനോട് മലയാളത്തിൽ സംസാരിക്കാൻ പറയണം. ചില സാഹചര്യങ്ങളിൽ മറ്റു ഭാഷകൾ കയറി വരുന്നതിൽ പ്രശ്നമില്ല. ബട്ട് ഫുൾ കോൺവെർസേഷൻ മറ്റു ഭാഷകളിൽ സംസാരിക്കുന്നത് മലയാളം ബിഗ് ബോസിൽ അത്ര നല്ലതല്ല. അങ്ങനെ മലയാളം സംസാരിക്കാൻ അറിയാത്ത കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് മലയാളത്തിൽ എടുക്കാതെ ഇരിക്കാനുള്ള കോമൺ സെൻസ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ കാണിക്കണമായിരുന്നു. ഇനി സീസൺ 6ൽ കൊണ്ടുവന്നിരിക്കുന്ന പവർ റൂം കൺസെപ്റ്റ് തന്നെ ഏതാണ്ട് ഫ്ലോപ്പ് ആണെന്ന് പറയാം. അതിനാൽ വരും ആഴ്ചകളിൽ അതിനുള്ള മാറ്റങ്ങൾ വരും രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ് കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതല്ലാതെ വേറെ വഴികളില്ല. നിലവിലുള്ള 19 കണ്ടസ്റ്റൻസിൽ ആരും തന്നെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിവുള്ളവരില്ല. അതുകൊണ്ട് തന്നെ സീസൺ 6 ഒന്ന് ലൈവായി നിൽക്കണമെങ്കിൽ മികച്ച ടാസ്കുകൾ കൊടുക്കുക എന്നത് മാത്രമാണ്. അതിനും സാധിച്ചില്ലെങ്കിൽ ഈ സീസൺ അങ്ങ് മറന്നേക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങി ഒരാഴ്ചയായിട്ടും നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് പോലും പറയാൻ സാധിക്കാത്ത മോശം നിലവാരത്തിലാണ് നിലവിൽ സീസൺ 6 പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കണ്ടസ്റ്റൻസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പോലും മികച്ച ടാസ്കുകൾ കൊണ്ടുവരുന്നില്ല. അങ്ങനെ കൊടുത്താൽ മാത്രമേ കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കണ്ടസ്റ്റൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഓരോ ടാസ്കുകളും അവരുടെ ഗെയിം പ്ലാനിങ് എങ്ങനെയാണെന്നും ഏത് രീതിയിൽ അവർ ഗെയിം കളിക്കുന്നു എന്നൊക്കെ പ്രേക്ഷകർക്ക് വിലയിരുത്താനും കഴിയൂ. ഇതിപ്പോൾ സീസൺ 6 തുടങ്ങി ഒരാഴ്ചയായി മികച്ചത് എന്ന് എടുത്തു പറയത്തക്ക ഒരു സംഭവം പോലും സീസൺ 6ൽ നിലവിൽ ഉണ്ടായിട്ടില്ല. ആകെ നടക്കുന്നത് രതീഷ് എന്ന കണ്ടസ്റ്റന്റ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റുകൾ, അതേ ചുറ്റിപ്പറ്റി നടക്കുന്ന അടിയും ബഹളവും മാത്രം, അതിനപ്പുറം ഒന്നുമില്ല. മൊത്തത്തിൽ സീസൺ 6ന്റെ ഒരാഴ്ചത്തെ പ്രകടനം എന്ന് പറയുന്നത് ബിലോ ആവറേജ് എന്ന് പോലും പറയാൻ സാധിക്കില്ല. തീർത്തും മോശം എന്ന് തന്നെ പറയാം. സോ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സീസൺ 6ന്റെ ടാഗ് ലൈനിൽ പറയും പോലെ ഒന്ന് മാറ്റി പിടിക്കുക.